അക്ഷരനഗരിയെ ആവേശത്തിലാക്കുന്ന കോട്ടയം പട്ടണത്തിന്റെ മധ്യത്തിൽ അരങ്ങേറുന്ന കോട്ടയംകാരുടെ സ്വന്തം തിരുനക്കരത്തേവർ. നിങ്ങളൊരു പൂരപ്രേമിയാണെങ്കിൽ തിരുനക്കരത്തേവരുടെ പടികൾ ഇറങ്ങി വരുന്ന കേരളത്തിലെ തലയെടുപ്പുള്ള ഗജരാജന്മാർ പങ്കെടുക്കുന്ന ആ ഒരു ആനയെഴുന്നള്ളിപ്പ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പൂരപ്രേമിയാണെങ്കിൽ ഒന്ന് കണ്ടിരിക്കേണ്ട കാഴ്ച തന്നെയാണ്. അപ്പം നമുക്ക് കാണാം ഇവിടെ കൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷം പൂരപ്രേമികൾക്ക് മുന്നിൽ തിരുനക്കരത്തേവരുടെ തിടമ്പേറ്റി വരുന്നത് ആരാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത്. നമ്മുടെ തിരുനക്കരദേവൻ്റെ ഉത്സവം നടക്കുന്ന ദിവസമാണ് ഇന്ന് പകൽപ്പൂര ദിവസമാണ്. അപ്പോൾ നമുക്ക് പകൽപ്പൂരത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കോട്ടയത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ തിരുനക്കര അമ്പലത്തിൽ പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. കോട്ടയത്തിൻ്റെ നഗരഹൃദയമായ തിരുനക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ശിവക്ഷേത്രമാണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം. 108 ശിവക്ഷേത്രങ്ങളിൽ പറയപ്പെടുന്ന ഈ മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 108 ശിവാലയങ്ങളിലെ ആദ്യ ക്ഷേത്രമായ തൃശ്ശിവപ്പേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നതാണ് ഐതിഹ്യം. തിരുവിതാംകൂർ കോട്ടയം പിടിച്ചടക്കുന്നതിന് മുമ്പ് ഇവിടെ വാണിരുന്ന തെക്കങ്കൂർ രാജാക്കന്മാരുടെ കുടുംബദൈവമാണ് തിരുനക്കരത്തേവർ എന്ന് വിളിക്കപ്പെടുന്ന ഇവിടുത്തെ പരമേശ്വരൻ. വടക്കുംനാഥ ക്ഷേത്രത്തിലെ തേക്കിൻകാട് മൈതാനം പോലെ തിരുനക്കര തേവർക്കുമുണ്ട് തിരുനക്കര മൈതാനം. കോട്ടയം നഗരത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരാളും തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലൂടെ അല്ലാതെ കടന്നു പോകാൻ പറ്റില്ല. മീനം, മിഥുനം, തുലാം എന്നീ മാസങ്ങളിലായി 3 കൊടിയേറ്റോത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത്. അതിൽ മീനമാസത്തിലെ ഉത്സവമാണ് ഏറ്റവും പ്രധാനം. ഇത് കോട്ടയത്തിന് തന്നെ ദേശീയ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉത്സവം. ഈ 3 ഉത്സവങ്ങളും കൂടാതെ കുംഭമാസത്തിലെ മഹാശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. പകൽപ്പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന ആനയെ പേര് വിളിച്ച് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു ചടങ്ങ്. അത് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ്, ആനപ്രേമികളാണ് തടിച്ചുകൂടുന്നത്. നമുക്ക് മുന്നിൽ ആദ്യം പേര് വിളിച്ച് വരുന്നത് ഉണ്ണി എന്ന് പറയുന്ന ഒരു ആനയാണ്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ ഇത് കാണാം. കേരളത്തിലെ പ്രശസ്തരായ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണിത്. ഈ വർഷം ഏകദേശം 22 ആനയോളം തന്നെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ ആനകളുടെയും പേരൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഈ ഒരു ഉത്സവം, ഈ ഒരു ചടങ്ങ് കാണാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു തിരുനക്കര മൈതാനത്ത് കാല് കുത്താനിടയില്ല, അത്രമാത്രം ആൾക്കാരാണ്. ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ആ പടികളിറങ്ങി ആ ഒരു തുമ്പിക്കൈ മേലോട്ട് ഉയർത്തി വരുമ്പോൾ ഉള്ള കാഴ്ചയുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ സിരകളിലൂടെ ഇങ്ങനെ ഒരു രോമം എണീറ്റിക്കുക, അത്രമാത്രം ആവേശഭരിതമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അതുകൂടാതെ ശൈലേഷ് ഭായിയുടെ ആ ഒരു ആനകളെ വിളിക്കുന്ന എന്നാ പറഞ്ഞ ആ ഒരു കമൻട്രി, അത് കേൾക്കാനാണ് കേട്ടോ. എനിക്ക് ആന വരുന്നേക്കാളും ഒരു ഉത്സാഹമാണ് ആ ഒരു കമൻട്രി കേൾക്കാൻ വേണ്ടി. കാരണം അത്രമാത്രം നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു കമൻട്രിയാണ്. ശരിക്കും ശൈലേഷ് ഭായ് ഈ ഒരു അമ്പലത്തിലെ ഇങ്ങനെ ആനകളെ വിളിച്ചാണ് ഏറ്റവും പ്രശസ്തമായത് തന്നെ കേട്ടോ. എന്നാലും അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ അത്രമാത്രം ആളുകൾ തടിച്ചു കൂടുന്നൊരു ഉത്സവം തന്നെയാണ് തിരുനക്കരത്തേവരുടെ ഈ ഒരു മീനമാസത്തിലെ ഈ ഉത്സവം. ഈ പടിക്കെട്ടുകൾ ഇറങ്ങി കടന്നു വരുന്നു കലവൂരിന്റെ തമ്പുരാൻ. കുളവാക്കിൽ പാർത്ഥസാരഥിക്കും സാരഥിമാർഗം തിരുനക്കര പൂരത്തിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മീനമാസം 1-ാം തീയതി കൊടിയേറി 10-ാം തീയതി ആറാട്ടോടെയാണ് ഉത്സവം അവസാനിക്കുന്നത്.
തൃശ്ശൂർ പൂരത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങ് എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. ഇതേ ദിവസം തന്നെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രത്തിലും ഉത്സവം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഉത്സവമാണിത്. 2008 ഇങ്ങനെയുള്ള ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. അന്നോട്ട് വളരെ ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു ഉത്സവമായിട്ടിത് മാറി. നക്ഷത്ര കണക്കനുസരിച്ചല്ല ഇവിടുത്തെ ഉത്സവം നടത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്കുരാതി രീതിയിലാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതായത് മുളയിടൽ. ഉത്സവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ മുളയിടൽ നടക്കുന്നു. ക്ഷേത്ര നാലമ്പലത്തിനകത്ത് വടക്ക് കിഴക്ക് മൂലയിൽ മുളയറ എന്നറിയപ്പെടുന്ന ചെറിയൊരു മുറിയിൽ പ്രത്യേകം തീർത്ത ഒരു പാത്രത്തിൽ മണ്ണു നിറച്ച ശേഷം അതിൽ നവധാന്യങ്ങളുടെ വിത്തുകൾ കുഴിച്ചിടുന്നതാണ് ചടങ്ങ്. കൊടിയേറ്റ സമയമാകുമ്പോഴേക്കും വിത്തുകൾ മുളച്ചിട്ടുണ്ടാകും. ഇവ ഭക്തർക്ക് പ്രസാദമായി നൽകുന്നു. കൊടിയേറ്റം വരെയുള്ള എല്ലാ ദിവസവും മുളയിൽ മുളപൂജയുണ്ടാകും. മീനം 1 രാത്രി 7:30 കൊടിയേറ്റം. ഭഗവാന്റെ വാഹനമായ നന്ദിയുടെ രൂപം ആലേഖനം ചെയ്ത ശുദ്ധമായ പട്ടിൽ തീർത്ത സപ്തവർണ്ണക്കൊടി വിശേഷാൽ പൂജകൾക്ക് ശേഷം കയറിൽ കെട്ടിവെച്ച് വാദ്യമേളങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയും ഭക്തകണ്ഠങ്ങളിൽ നിന്നുയരുന്ന പഞ്ചാക്ഷര ജപമന്ത്രത്തിൻ്റെയും അകമ്പടിയോടുകൂടി തന്ത്രി കൊടിമരത്തിലേറ്റുന്നു. അതിനുശേഷം നടക്കുന്ന ചുറ്റുവിളക്ക് കൊടിപ്പുറത്ത് വിളക്ക് എന്നറിയപ്പെടുന്നു. ഈ വിളക്കോടെ തിരുനക്കര ഉത്സവം അതിൻ്റെ പ്രൗഢിയിലേക്ക് കടക്കുന്നു. എല്ലാ ദിവസവും ശ്രീ പൂതബലി, ദേവപാരായണം, പഞ്ചാരി പാണ്ഡിമേളങ്ങൾ, പഞ്ചവാദ്യം, നാദസ്വരം, സോപാന സംഗീതം തുടങ്ങിയ വിശേഷങ്ങൾ ക്ഷേത്രത്തിലുണ്ടാകും. കൂടാതെ ക്ഷേത്രത്തിനപ്പുറത്തുള്ള ദേവസ്വം ഓഡിറ്റോറിയത്തിലും ഉത്സവത്തിന് മാത്രമായി കിട്ടുന്ന സ്റ്റേജുകളിലും നിരവധി കലാപരിപാടികളുണ്ടാകും. 9-ാം ദിവസം പള്ളിവേട്ട. അന്നേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര മൈതാനത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ കാട്ടിൽ വിവിധ മൃഗങ്ങളുടെ രൂപങ്ങൾ അലങ്കരിച്ചു വെച്ചതിൽ അമ്പെയ്യാൻ തേവർ പുറപ്പെടുന്നു. തദവസരത്തിൽ വാദ്യങ്ങളൊന്നും ഉണ്ടാകില്ല. നിശബ്ദനായി പുറത്തേക്ക് പോകുന്ന തേവർ മൃഗരൂപങ്ങളിലെല്ലാം അമ്പെയ്ത് വിജയശ്രീ ലാളിതനായി തിരിച്ചെഴുന്നള്ളുന്നു. ഈ സമയത്ത് അകമ്പടിയായി പാണ്ടിമേളമുണ്ടാകും. പള്ളിവേട്ട കഴിഞ്ഞാൽ നമസ്കാര മണ്ഡപത്തിൽ തേവർക്ക് കട്ടിലുണ്ടാകും. മുളച്ചു കഴിഞ്ഞ നവധാന്യങ്ങൾ മുഴുവൻ പാലുകളിലാക്കി ചുറ്റും വയ്ക്കും. ഈ സമയം ക്ഷേത്ര പരിസരം താൽക്കാലികമായി പരിപൂർണ നിശബ്ദയിലാകുന്നു. ക്ഷേത്രത്തിലെ നാഴികമണി പോലും ഈ സമയം കെട്ടിയിടും. ഭഗവാന്റെ ഉറക്കത്തിന് ഭംഗമുണ്ടാക്കുന്ന ഒന്നും ക്ഷേത്രത്തിലുണ്ടാകരുതെന്നാണ് വിശ്വാസവും സങ്കല്പവും. ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷി നിർത്തി ഭഗവാന്റെ തിടമ്പുമേറ്റി പടികളിറങ്ങി വരുന്ന കാഴ്ച ഏതൊരു ഭക്തൻ്റെയും മനസ്സൊന്നലിയിക്കും. നമ്മൾ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ച. 9-ാം ദിവസം ഭഗവാൻ ഉറങ്ങിയ ശേഷം പിറ്റേന്ന് രാവിലെ ഏറെ വൈകിയാണ് തേവർ പള്ളി ഉണരുന്നത്. ഏകദേശം സൂര്യൻ ഉദിക്കുന്ന സമയത്തോടെ ആയിരിക്കും ഇത്. ആ സമയം തേവർക്ക് കണിയൊരുക്കാനായി അഷ്ടമാംഗല്യം, പുരാണ ഗ്രന്ഥങ്ങൾ, നടക്കിരുത്തിയ ഒരു പശു തുടങ്ങിയ വസ്തുക്കളുണ്ടാവും. അന്ന് രാവിലെയുള്ള 2 പൂജകളൊഴികെയുള്ള എല്ലാ ചടങ്ങുകളും ഉണ്ടാവും. പള്ളി ഉണർത്തൽ കഴിഞ്ഞാൽ അഭിഷേക ക്രിയകൾ നടത്തി കന്മഷിയും ചാന്തും അണിയിക്കുന്ന ചടങ്ങുകളുണ്ടാവും. അന്ന് ഉച്ചതിരിഞ്ഞാണ് ഭഗവാന്റെ ആറാട്ടിന് പുറപ്പെടുന്നത്. കോട്ടയത്തിന് പടിഞ്ഞാറുള്ള ഇല്ലിക്കൽ എന്ന സ്ഥലത്തുള്ള കാരാപ്പുഴ അമ്പലക്കടവ് ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തോടെ ഒഴുകുന്ന മീനച്ചിലാറ്റിലാണ് ആറാട്ട് നടക്കുന്നത്. അമ്പലക്കടവിലമ്മ തിരുനക്കരത്തേവയുടെ മകളാണെന്നാണ് സങ്കല്പം. തന്മൂലം മകളെ കാണുക എന്നൊരു സങ്കല്പം ഇവിടെയുണ്ട്. പഞ്ചവാദ്യം, ചെണ്ടമേളം, നാദസ്വരം, മയൂരനൃത്തം, ഉടുക്കുപാട്ട്, വേലകളി തുടങ്ങിയ കലാരൂപങ്ങളോടെ ചക്രവർത്തിയെപ്പോലെ എഴുന്നള്ളുന്ന തേവരെ വഴിയിൽ ഭക്തർ നിറപറയും നിലവിളക്കും നൽകി സ്വീകരിക്കുന്നു. കഷ്ടിച്ച് 3 കിലോമീറ്റർ മാത്രം ദൂരെ കിടക്കുന്ന അമ്പലക്കടവിലെത്താൻ ഏകദേശം 3 മണിക്കൂറെങ്കിലും എടുക്കും. കടവിലെത്തിയാൽ തന്ത്രി സമസ്ത തീർത്ഥങ്ങളെയും ആറാട്ട് കടവിലേക്ക് ആനയിച്ച് ചടങ്ങ് നിർവഹിക്കുന്നു. ഇത് കഴിഞ്ഞാൽ അഭിഷേക ചടങ്ങുകളായിരിക്കും. ഇളനീരും നെയ്യും പാലും അടക്കമുള്ള ദ്രവ്യങ്ങൾ കൊണ്ട് തിടമ്പിൽ അഭിഷേകം നടത്തിയ ശേഷം തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തിയും പരികർമ്മികളും പുഴയിലിറങ്ങി 3 പ്രാവശ്യം മുങ്ങി നിവരുന്നു. തുടർന്ന് കരയിലെത്തിച്ച് മഞ്ഞൾ, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി വീണ്ടും 3 പ്രാവശ്യം മുങ്ങി നിവരുന്നുണ്ട്. ഈ സമയം നിരവധി ഭക്തരും ഭഗവാനോടൊപ്പം മുങ്ങി നിവരുന്നു. തുടർന്ന് വസ്ത്രം മാറിയ ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ്. ഭഗവാന് അമ്പലക്കടവ് ക്ഷേത്രത്തിൽ വെച്ച് വിശേഷാൽ സ്വീകരണമുണ്ടാകും. അന്ന് സന്ധ്യയ്ക്കുള്ള ദീപാരാധന ഭഗവാനും മകളും ഒരുമിച്ചാണ്. ദീപാരാധന കഴിഞ്ഞാൽ അമ്പലക്കടവിൽ നിന്ന് വിശേഷാൽ ഒരു സ്വർണ്ണപീഠം സമർപ്പിക്കുന്ന പതിവും ഉണ്ടാവും. ഇത് കഴിഞ്ഞാണ് ഭഗവാന്റെ തിരിച്ചെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നത്.
എഴുന്നള്ളത്തിനെടുക്കുന്ന ഏതാണ്ട് അത്രയും സമയം തിരിച്ചെഴുന്നള്ളത്തിനും സമയമെടുക്കും. അപ്പോഴും വിശേഷാൽ ചടങ്ങുകളോടെയാണ് വരവ്. തിരിച്ച ക്ഷേത്രത്തിലെത്തുന്ന ഭഗവാനെ ഭക്തർ നിറവറയും നിലവിളക്കും നൽകി സ്വീകരിക്കുന്നു. തുടർന്ന് 7 തവണ ക്ഷേത്രത്തിന് ചുറ്റും ആനപ്പുറത്ത് പ്രദക്ഷിണം നടത്തിയ ശേഷം കൊടിയിറങ്ങുന്നതോടെ ഉത്സവം സമാപിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ദിവസം ഉത്സവത്തിൻ്റെ 8ാമത്തെ ദിവസമായിരിക്കും. അപ്പം 7ാം ദിവസം ഉത്സവത്തിൻ്റെ ചടങ്ങാണ് ഞാൻ ഇന്ന് കാണിച്ചത്. തിരുനക്കര തേവരെ പറ്റിയുള്ള ഒരുപാട് കഥകളും സങ്കല്പങ്ങളൊക്കെ ഇനിയും പറയാനുണ്ട്. അത് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കല്ലേ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ ആണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.